Dear students, welcome to our accountancy classroom. Admission of a partner എന്ന നമ്മുടെ ഡിസ്കഷനിൽ അവസാനത്തെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതിൻ്റെ കുറിച്ച് മാത്രമുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽസ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പാർട്ട്ണറെ അഡ്മിഷൻ നടന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അതിൽ അവസാനത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ പാർട്ട്നേഴ്സ് ഒരു ഡിസിഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ക്യാപിറ്റൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അനുസരിച്ചാവണം എന്ന്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ the partners agree that their capital should also be adjusted so as to be proportionate to their profit sharing ratio. In such a situation, if the capital of the new partner is given, the same can be used as a base for calculating the new capitals of the old partners. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ പുതിയ ക്യാപിറ്റൽ ന്യൂ ക്യാപിറ്റൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. The capital thus ascertained should be compared with their old capitals after all adjustments relating to goodwill, reserves and revaluation of assets and liabilities etc. have been made, and then the partner whose capital falls short will bring in the necessary amount to cover the shortage, and the partner who has a surplus will withdraw the excess amount of capital. ഇപ്പോൾ കേസ് 1 ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റല് പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റലിനനുസരിച്ച് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും കൂടി പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കുന്ന, അതായത് ഈ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അനുസരിച്ച് എല്ലാ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റല് ഫൈനൽ ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാപിറ്റലായിട്ട് തീരുമാനിക്കുന്ന ഒരു കേസ് 1 ആണ് നമ്മളിപ്പോൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. എ ആൻഡ് ബി എന്ന് പറയുന്ന പാർട്ട്നേഴ്സാണ്. 2:1 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ. സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. അയാൾക്ക് 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് കൊടുക്കുന്നത്. സി 20,000 rupees ആണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത്. ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ബി ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ടേം പ്രത്യേകം ശ്രദ്ധിക്കണം. ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷവും. എന്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉണ്ടായിരുന്നത്? ഗുഡ് വില്ല്, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതുപോലെ റിസർവ്സ്, അതുപോലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. 45,000 ആൻഡ് 15,000 റെസ്പെക്റ്റീവ്ലി. എയുടെയും ബിയുടെയും എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷമുള്ള എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. It is agreed that partners' capital should be according to the new profit sharing ratio. ഒരു കാര്യം തീരുമാനിച്ചു അവര്, ന്യൂ പാർട്ട്ണറുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അനുസരിച്ചായിരിക്കണം എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ. അതാണ് കേസ് 1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ determine the new capital of A and B and record the necessary journal entries assuming that the partner whose capital falls short brings in the amount of deficiency and the partner who has an excess withdraws the excess amount. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷം പാർട്ട്നേഴ്സിന് അധികം ക്യാഷുള്ള ആളുകൾക്ക് വിഡ്രോ ചെയ്യാമെന്നും ക്യാഷ് കുറവുള്ള, അതായത് ഫ്യൂച്ചർ ക്യാപിറ്റലിൽ ക്യാഷ് കുറവുള്ള പാർട്ട്നേഴ്സ് ആവശ്യമായത് കൊണ്ടുവരണം എന്നുള്ളതും തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. കാരണം ആ ന്യൂ റേഷ്യോയ്ക്ക് അനുസരിച്ചാണല്ലോ ഫ്യൂച്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. 2:1 ആണ്, 1/4 ആണ് വിട്ടുകൊടുത്തത്. അപ്പോൾ വെറുതെ ഒരു കാൽക്കുലേഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2:1 കൂടെ 1/4 കൂടി ചേർന്നാൽ 2:1:1 എന്ന് പറയുന്നതായിരിക്കും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നതാണ് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് എയുടെയും ബിയുടെയും ഫ്യൂച്ചർ ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ സിയുടെ ക്യാപിറ്റലും സിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഒരു ബേസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ സിക്ക് വിട്ടുകൊടുക്കുന്ന 1/4 ഷെയർ ആണല്ലോ പ്രോഫിറ്റില്. സിയുടെ ക്യാപിറ്റൽ 20,000. അപ്പൊ എങ്ങനെയാണ് ഇതിൽ നിന്നും എയുടെയും ബിയുടെയും ഫ്യൂച്ചർ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു
സിയുടെ 1/4 ഷെയറും സിയുടെ ക്യാപിറ്റലും വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം, അതായത് ഫ്യൂച്ചറിലെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ? 20,000 ക്യാപിറ്റൽ, അത് 1/4 ഷെയറിന് തുല്യമാണല്ലോ. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ 20,000 ഇൻറ്റു സിക്ക് വിട്ടുകൊടുത്ത ഷെയറിന്റെ റെസിപ്രോക്കൽസ് കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ 20,000 ഇൻറ്റു 4/1 കണ്ടാൽ മതി. അപ്പൊ എത്രയേ ഉള്ളൂ? സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4 ആണ്. അത് 4/1 ചെയ്താൽ, അപ്പോൾ 4 എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റൽ ആണ്. അതിൽ 1 മാത്രമേ 20,000 എന്ന് പറയുന്ന 1 പോർഷൻ മാത്രമേ സി കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് എക്കും ബിക്കും ഉള്ളതായിരിക്കും. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000 ആണ്. അത് കണ്ടുപിടിച്ച പറഞ്ഞു 20,000 ഇൻറ്റു 4/1. അങ്ങനെയാണെങ്കിൽ എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000-ലെ എയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2/4 ആണ്. അപ്പൊ 80,000-ന്റെ 2/4, അപ്പൊ 40,000. ബിയുടെ ഫ്യൂച്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000-ലെ 1/4 ആണ്. അത് 20,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഓരോ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റലിൽ കണ്ടുപിടിക്കാൻ പറ്റി. എയുടെ ക്യാപിറ്റൽ 40,000, ബിയുടെ ക്യാപിറ്റൽ 20,000, സിയുടെ ക്യാപിറ്റൽ 20,000, ടോട്ടൽ 80,000. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ആക്ച്വൽ ക്യാപിറ്റൽ എത്രയായിരുന്നു എന്നുള്ളത്. ഓരോ പാർട്ട്ണറുടെയും ആക്ച്വൽ ക്യാപിറ്റൽ എത്രയായിരുന്നു. അപ്പൊ പറഞ്ഞിട്ട് കൃത്യമായി തന്നിട്ടുണ്ട്. എയുടെ ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 45,000 ആയിരുന്നു. ബിയുടെ ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 15,000 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കമ്പാരിസൺ നടത്തിയാൽ ആർക്കാണ് കുറവ്, ആർക്കാണ് കൂടുതലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് നോക്കൂ. The capital of A and B after all adjustments have been made are rupees 45,000 and rupees 15,000 respectively. 45,000 എക്കും ബിക്ക് 15,000. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45,000 ആണ് ഇപ്പോൾ എയുടെ ആക്ച്വൽ ക്യാപിറ്റൽ. എക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സസ് ക്യാപിറ്റൽ ആണ് ഇപ്പോൾ എക്ക് ഉള്ളത്. എക്സസ് ക്യാപിറ്റൽ 5,000 ആണ്. ആ 5,000 എക്ക് ഫേമിൽ നിന്നും വിഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബിക്ക് ഫ്യൂച്ചർ ക്യാപിറ്റൽ ആയിട്ട് വേണ്ടത് 20,000 ആണ്. പക്ഷെ ആക്ച്വൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷമുള്ള ആക്ച്വൽ ക്യാപിറ്റൽ 15,000 ആണ്. അങ്ങനെയാണെങ്കിൽ 5,000 ഷോർട്ട് ഉണ്ട് അവിടെ. ആ ഷോർട്ടേജ് ആയിട്ടുള്ള 5,000 ബി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞു. രണ്ടും 5,000 വീതമുള്ള കുറവാണ് ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. അതിന് മാത്രമുള്ള ജേണൽ എൻട്രിയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എക്ക് ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാം, ബിക്ക് ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ടും ചെയ്യണം. മനസ്സിലായല്ലേ? അപ്പൊ എങ്ങനെയാ? എ ക്യാപിറ്റൽ പിൻവലിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ക്യാഷിന് ക്രെഡിറ്റും ചെയ്യണം. ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റു ക്യാഷ് അക്കൗണ്ട്. എക്ക് വേണ്ടുന്ന ജേണൽ എൻട്രിയും എഴുതുക. ബിക്ക് വേണ്ടുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ കൊണ്ടുവരികയാണ് ബി ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി കേസ് 2 പറയാം. ചില സമയങ്ങളിൽ ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ നേരത്തെ തീരുമാനിച്ചു വയ്ക്കും. ആ ടോട്ടൽ ക്യാപിറ്റലിലേക്ക് ഓരോ പാർട്ട്ണറുടെയും ഷെയറിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയർ തീരുമാനിക്കണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു മെത്തേഡ് തന്നെയാണ്. നോക്കാം നമുക്ക്. നേരത്തെ പറഞ്ഞതുപോലെ എക്സസ് ഷോർട്ടേജ് ഉള്ളതൊക്കെ പിൻവലിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കൊണ്ടുവരികയോ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കേസ് 2 ആണ് ഇവിടെ പറയുന്നത്. എ ബി സി ആണ് പാർട്ട്നേഴ്സ്. 3:1 ആണ് അവരുടെ റേഷ്യോ. ഡിന് 1/4 ഷെയറിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഡിക്ക് കിട്ടിയിരിക്കുന്ന ഷെയർ എന്ന് പറയുന്നത് 1/8 പോർഷൻ എയിൽ നിന്നും 1/8 പോർഷൻ ബിയിൽ നിന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ 1,20,000 ആയിട്ട് ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ തീരുമാനിച്ചു. അപ്പൊ ആദ്യമേ ടോട്ടൽ ക്യാപിറ്റൽ തീരുമാനിച്ചു. ഈ ഡിക്ക് ഡി ആണ് പുതിയ പാർട്ട്ണർ. ഡിക്ക് 1/4 എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് കൊണ്ടുവരേണ്ടത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ എല്ലാ പാർട്ട്നേഴ്സിന്റെയും ആക്ച്വൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ പ്രൊപ്പോർഷനേറ്റ് ഷെയറിനനുസരിച്ച് തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷമുള്ള എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000, 35,000, 30,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിന്റെ ന്യൂ ക്യാപിറ്റൽ എത്ര അതിന്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്.
നമുക്ക് ആദ്യം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും ന്യൂ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. സി പുതിയ പാർട്ണർ ഡി എന്ന പാർട്ണർക്ക് ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് പഴയ റേഷ്യോ തന്നെയായിരിക്കും. അപ്പൊ എ വിട്ടുകൊടുത്തത് 1/2 നിന്ന് 1/8 വിട്ടുകൊടുത്തു. ബി 1/3 നിന്ന് 1/8 വിട്ടുകൊടുത്തു. അതിന്റെ കാൽക്കുലേഷൻ 3/8 5/24 നമ്മൾ കണ്ടുപിടിച്ചു. സി 1/6 പഴയത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡിക്ക് 1/4 ആണുള്ളത്. ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു റേഷ്യോ ആക്കി മാറ്റേണ്ടത് കൊണ്ട് 24 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലേക്ക് വന്നപ്പോൾ 9:5:4:6 ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാൽക്കുലേഷനിലേക്ക് കടക്കാണ്. ടോട്ടൽ ക്യാപിറ്റൽ 1,20,000 ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,20,000 9/24, അതായത് ന്യൂ റേഷ്യോക്ക് അനുസരിച്ച് മാറ്റി. ബിയുടെ ക്യാപിറ്റൽ 1,20,000 5/24 ന്യൂ റേഷ്യോ തന്നെയാണ്. സിയുടേത് 1,20,000 4/24 തീരുമാനിച്ചു, 20,000 കിട്ടി. ഡിയുടെ ക്യാപിറ്റൽ 1/20,000 6/24 30,000. അങ്ങനെയാണെങ്കിൽ എ 5,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ എ 5,000 രൂപ കൊണ്ടുവരണം. ബിക്ക് എക്സസ് ആണുള്ളത്. അപ്പോൾ ഈ ബിക്ക് വിഡ്രോ ചെയ്യാം 10,000. സിക്ക് ഇതേപോലെ എക്സസ് ആണുള്ളത്. അപ്പോൾ സിക്ക് വിഡ്രോ ചെയ്യാം. ഡി 30,000 ഫ്രഷ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയതുകൊണ്ട് 30,000 കൊണ്ടുവരണം. അപ്പോൾ ഈ വിഡ്രോവൽ അല്ലെങ്കിൽ എക്സസ് എല്ലാം നമ്മൾക്ക് ജേണൽ എൻട്രി ആയിട്ട് എഴുതാം. ഈ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ ക്യാഷിന്റെ ഡീലിങ്സ് പ്രത്യേകം ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഒരു പ്രൊവിഷനും കൂടിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് പോവുകയാണ്. എ എന്ന് പറയുന്ന പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരുന്ന ക്യാഷ് അക്കൗണ്ട് അറ്റ് എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബിയും സിയും എക്സസ് ക്യാഷ് ഉണ്ട്, അവർക്ക് വിഡ്രോ ചെയ്യാൻ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ക്യാഷ് അക്കൗണ്ട് 10,000 ഈച്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് വിഡ്രോ ചെയ്യാം. ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ക്യാഷ് അക്കൗണ്ട് അറ്റ് ഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 30,000. ഓക്കെ, അപ്പൊ 2 കേസാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലും ന്യൂ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. അതിൽ നിന്നും ഓരോ പാർട്ട്ണറുടെയും ആക്ച്വൽ ക്യാപിറ്റലായിട്ട് കമ്പയർ ചെയ്തിട്ട് ഫ്യൂച്ചർ ക്യാപിറ്റൽ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പിൻവലിക്കേണ്ടവർക്ക് പിൻവലിക്കാം, അല്ലാത്തവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഫ്യൂച്ചർ ക്യാപിറ്റൽ ആദ്യം തീരുമാനിക്കുന്നു, അതിനുശേഷം ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൽ ഓരോ പാർട്ട്നേഴ്സിന്റെയും പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആക്ച്വൽ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചിലർക്ക് എക്സസ് ആയിരിക്കും, ചിലർക്ക് ഡെഫിഷ്യൻസി ആയിരിക്കും, അതിനനുസരിച്ച് ചെയ്യാം. ഈ ക്യാഷ് അഡ്ജസ്റ്റ്മെന്റ് പെട്ടെന്ന് നടത്തുന്നില്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് എമൗണ്ട് മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.